ഹലോ, ഒരു സാധനം കാണിച്ചു തരട്ടെ. ഇത് ഐസ്ക്രീമല്ല, നെയ്യാണ്. നെയ്യെന്ന് വെച്ചാൽ പാലിൻ്റെ പാട മാറ്റിയതാണ്. ചിലർക്ക് സാധാ പാലിൻ്റെ പാട എടുത്ത് നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പാൽ കാച്ചി അത് തണുത്ത് അതിനകത്തുനിന്ന് പാട എടുത്തിട്ടല്ലേ. പക്ഷേ നമുക്ക് പച്ചപ്പാലിൽ നിന്ന് തന്നെ നെയ്യ് എടുക്കാൻ പറ്റും. പാൽ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ഈ നെയ്യുള്ള പോർഷൻ മുകളിലേക്ക് വരും. നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറേ നാൾ നമ്മളിത് മാറ്റി വെച്ചതാണിത്. അപ്പോൾ ഇതിന്ന് നമ്മൾ നെയ്യ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. നെയ്യ് ഉണ്ടാക്കാൻ പാടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഇത് മിക്സിക്കകത്തിട്ട് അടിക്കുകയോ കടയോ ഒന്നും വേണ്ട. ഡയറക്റ്റ് നമ്മൾ ഒരു അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ വെച്ച് നമ്മൾ ചൂടാക്കി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പം ഇതിനകത്തെ വേസ്റ്റായിട്ടുള്ള സാധനങ്ങളെല്ലാം അടിയിൽ പൊക്കോളും. നമുക്ക് നല്ല ശുദ്ധമായ നെയ്യ് തന്നെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലർക്ക്, ഇപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഈ കാച്ചി വെച്ച പാലിൽ വീണ്ടും ചായ ഇടുമ്പോൾ അതിനൊരു രുചി വ്യത്യാസം ഉണ്ടാകും. നമ്മൾ പച്ചപ്പാൽ ചായ ഇടുന്നതും കാച്ചി വെച്ച പാലെടുത്ത് ചായ ഇടുന്നതും രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചായ ഇടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് നന്നായിട്ട് തിളച്ച് ചിലപ്പോൾ ഒരു ഫോൾ സ്മെല്ലൊക്കെ വരും, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നല്ല ശുദ്ധമായ നെയ്യ് തന്നെ നമുക്ക് കിട്ടും. അത് കുറേ നാൾ ഞങ്ങളിങ്ങനെ ശേഖരിച്ച് വെച്ചതാണ്. വീട്ടിലാവശ്യത്തിന് ഉപയോഗിക്കുന്നുമുണ്ട്. അത് നമ്മളൊരു തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരിച്ചിട്ട് ഇതുപോലൊരു ചില്ലുകുപ്പിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് ശുദ്ധമായ നെയ്യ്. ശുദ്ധമായ നെയ്യ് തന്നെയാണ്. അടിയിലോട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ അന്ന് എടുത്ത നെയ്യ് കുറച്ച് മൂത്ത് പോയായിരുന്നു. അത്രയും മൂക്കാതെ ശ്രദ്ധിക്കണം. ഇത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ നമുക്ക് ദോശയിലോ അല്ലെങ്കിൽ ബ്രെഡിലോ ഒക്കെ നമുക്ക് റോസ്റ്റ് ചെയ്തോ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. നല്ലതാണ്. അധികം ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ ആവശ്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ യൂസ് ചെയ്യുക. ഒരു രുചി വ്യത്യാസവും വരത്തില്ല. നമ്മുടെ സാധാ നെയ്യുടെ ടേസ്റ്റ് തന്നെയാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് കട്ടിയായിട്ടിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. സാധാ നെയ്യുടെ രുചി തന്നെയാണ്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതി ഇട്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായി തന്നെ കാണാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകാം, നോ പ്രോബ്ലം. ഞങ്ങളിവിടെ ചെയ്യുന്നതായതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം.